നമസ്കാരം മകളെ, ആകാശ് മാഷാണ്. അപ്പോൾ ലോകകപ്പ് ഫുട്ബോളിന്റെ ആരവം ലോകത്തെല്ലായിടത്തും അവസാനിച്ചിട്ടുണ്ട്. എല്ലാവരും വലിയ രീതിയിൽ ലോകകപ്പിന്റെ ആവേശത്തിലായിരുന്നു. അപ്പോൾ മത്സരങ്ങളൊക്കെ പൂർത്തിയായിട്ട് മത്സരങ്ങൾ പൂർത്തിയാവുന്ന സമയത്ത് ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്കൂളുകളിൽ കിസ് മത്സരങ്ങളും അതുപോലെ തന്നെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കും. അപ്പോൾ എന്തായിരുന്നു ലോകകപ്പ് ഫുട്ബോൾ 2026 എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒറ്റൊരു വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും സമഗ്രമായിട്ടൊന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. മക്കളെ, നമുക്കറിയാം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളിലായിട്ടാണ് നടത്തപ്പെടുന്നത്. 3 രാജ്യങ്ങൾ ആതിഥേയം വഹിക്കുന്ന ആദ്യത്തെ വേൾഡ് കപ്പ് കൂടിയായിരുന്നത് നമ്മുടെ 2026 നടന്നിട്ടുള്ളത്. ഏറ്റവും വിജയകരമായിട്ടത് സംഘടിപ്പിക്കാൻ വേണ്ടി രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് 2026 ഇത്തരത്തിൽ 3 രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു, ആതിഥേയം വഹിക്കുന്ന ആദ്യത്തെ മത്സരമാണ്. 48 ടീമുകൾ പങ്കെടുത്ത ഏറ്റവും വലിയ ഒരു ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ് ഇത്തവണ 2026 നടന്നിട്ടുള്ളത്. അതുപോലെ ആകെ നടന്ന മത്സരങ്ങൾ എന്ന് പറയുന്നത് 104 ആണ്. 104 മത്സരങ്ങൾ നടക്കുന്നു. 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. 3 രാജ്യങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു, മത്സരങ്ങൾ ക്രമീകരിക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാനുള്ളത് ലോകകപ്പ് ഫുട്ബോൾ നടത്താൻ വേണ്ടി ഉപയോഗിച്ച ഫുട്ബോളിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഫുട്ബോള് ട്രയോണ്ട എന്നായിരുന്നു ഫുട്ബോളിൻ്റെ പേര്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫുട്ബോൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ട്രയോണ്ട എന്നായിരുന്നു ആ ഫുട്ബോളിൻ്റെ പേര്. 2026 ഫിഫ ലോകകപ്പ് ഉപയോഗിച്ച ഔദ്യോഗിക പന്ത് അഡിഡാസ് നിർമ്മിച്ച ട്രയോണ്ട എന്ന് പറയുന്ന പന്താണ്. സ്പാനിഷ് ഭാഷയിൽ ഇതിനർത്ഥം 3 തരംഗങ്ങൾ എന്നാണ്. ഈ ടൂർണമെൻറ്റിൽ സംയുക്തമായി ആതിഥേയം വഹിച്ച കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ 3 രാജ്യങ്ങളെയാണ് ഈ പേര് സൂചിപ്പിക്കുന്നത്. കാനഡക്കായി ചുവന്ന മേപ്പിളിലയും മെക്സിക്കോക്കായി പച്ച കഴുകനും അമേരിക്കക്കായി നീല നക്ഷത്രവും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചിത്രത്തിൽ 3 നിറങ്ങൾ കാണാൻ വേണ്ടി പറ്റും. 3 നിറങ്ങൾ, 3 ചിഹ്നങ്ങളും 3 രാജ്യങ്ങളെയാണ്. ഏതൊക്കെ? ഒന്ന് അമേരിക്കയുണ്ട്, അതുപോലെ കാനഡയുണ്ട്, മെക്സിക്കോ ഉണ്ട്. ഈ 3 രാജ്യങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, ഈ 3 നിറങ്ങളും അതിനകത്തെ ചിഹ്നങ്ങളും ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നത്. 2026 ഫിഫ ലോകകപ്പ് വിജയിയായിട്ട് നമുക്കറിയാം സ്പെയിൻ ആയിരുന്നു. സ്പെയിൻ ടീം കിരീടമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. സ്പെയിൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള റോഡ്രി ആണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, കിരീടം എടുത്ത് നിൽക്കുന്ന ഫോട്ടോ ആണ് കാണുന്നത്. അവരുടെ കോച്ചിൻ്റെ പേരാണ് ഫ്യൂവന്തെ എന്ന് പറയുന്നത്. 2010 ശേഷം സ്പെയിൻ നേടുന്ന 2ാമത്തെ ഫിഫ ലോകകപ്പ് കിരീടമാണിത്. ഒരു കളിയിലും ലീഡ് വഴങ്ങാതെയാണ് സ്പെയിനിൻ്റെ കിരീടം. 1938, 1982 വർഷങ്ങളിൽ ഇറ്റലിയും 1990 ജർമ്മനിയും ഇങ്ങനെ കിരീടം ചൂടി. അതായത് ഒരു കളിയിലും എന്ത് ചെയ്യുന്നു, ഒരു കളിയിലും തോൽക്കാതെ എന്ത് ചെയ്യാന്ന് കിരീടം ചൂടുന്ന 3ാമത്തെ രാജ്യമാണെന്ത്, നമ്മുടെ സ്പെയിൻ എന്ന് പറയുന്നത്. ലോകകപ്പ് ജയിക്കുന്ന പ്രായം കൂടിയ പരിശീലകനാണ് ഫ്യൂവന്തെ. ഏറ്റവും പ്രായം കൂടിയ പരിശീലകന്റെ നേതൃത്വത്തിൽ ലോകകപ്പ് ജയിക്കുന്ന ആദ്യത്തെ ടീം കൂടിയാണെന്ത്, സ്പെയിൻ എന്ന് പറയുന്നത്. ഇനി ജേതാക്കൾക്ക് ലഭിക്കുന്നത് 482 കോടിയാണ്. ലോകകപ്പ് ജേതാക്കളായ സ്പെയിനിന് ഏതാണ്ട് 482 കോടി രൂപ ലഭിക്കും. കഴിഞ്ഞ തവണ 405 കോടിയായിരുന്നു സമ്മാനം. റണ്ണറപ്പിന്, അതായത് 2ാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് 318 കോടി ലഭിക്കും. പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും പരിശീലനത്തിനായി പങ്കാളിത്ത തുകയായി 15 കോടി രൂപ എന്ത് ചെയ്യുന്നു, ലഭിക്കുന്നു. ലോകകപ്പ് ട്രോഫി എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫിഫ ലോകകപ്പിൻ്റെ റണ്ണേഴ്സ് അപ്പായിട്ട് അർജന്റീന 2ാം സ്ഥാനത്ത് കിട്ടിയിരുന്ന അർജന്റീന ആയിരുന്നു. മാഷ ഫേവറേറ്റ് ടീമായിരുന്നു കേട്ടോ, എന്തായാലും തോറ്റുപോയി. ഓക്കെ, അപ്പോൾ 2ാം സ്ഥാനത്ത് അർജന്റീന ആയിരുന്നു. ഫിഫ ലോകകപ്പ് 3ാം സ്ഥാനം നേടിയ രാജ്യം അത് ഇംഗ്ലണ്ട് ആയിരുന്നു. എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി ഗോൾഡൻ ബൂട്ട്, അതായത് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ള താരത്തിന് ലഭിക്കുന്നതാണ് ഗോൾഡൻ ബൂട്ട്. ഏറ്റവും കൂടുതൽ കിലോമീറ്റർ 37.61 കിലോമീറ്ററും പിന്നിട്ടിരിക്കുന്ന താരവും ഗോൾഡൻ ബൂട്ട് ലഭിച്ച താരവും അത് കിലിയൻ എംബാപ്പയാണ്. എംബാപ്പയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റും. അടുത്തത് ഗോൾഡൻ ബോൾ ആണ്. ഗോൾഡൻ ബോൾ എന്ന് പറയുന്നത് മികച്ച താരമാണ്. ഏറ്റവും കൂടുതൽ പാസ് കൊടുത്തിട്ടുള്ള 799 പാസ് കൊടുത്തിട്ടുള്ള മികച്ച താരമായിട്ടും തിരഞ്ഞെടുത്തിട്ടുള്ള ആരെയാണ്, റോഡ്രി എന്ന് പറയുന്ന സ്പെയിൻ ടീമിൻ്റെ ക്യാപ്റ്റനെയാണ്. അതുപോലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്ക് ലഭിക്കുന്നതാണ് ഗോൾഡൻ ഗ്ലൗ എന്ന് പറയുന്ന പുരസ്കാരം. ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം നേടിയതും സ്പെയിനിൻ്റെ കീപ്പറായിട്ടുള്ള ഉനാസ് സിമോൺ എന്ന് പറയുന്ന താരമാണ്. ഓക്കെ, അടുത്തത് മികച്ച യുവതാരമാണ്. ബെസ്റ്റ് യങ് പ്ലെയർ എന്ന് പറയുന്ന അവാർഡാണ്. ഇപ്പം മികച്ച യുവതാരമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് സ്പെയിൻ ടീമിൻ്റെ പ്രതിരോധ നിരയിലെ അമരക്കാരനായിട്ടുള്ള പൗ ക്യുബാൻസി എന്ന് പറയുന്ന സ്പെയിൻ താരമാണ്. 19 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു ഫുട്ബോൾ താരമാണ്. അപ്പോൾ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അദ്ദേഹത്തിനാണ് എന്ത് കിട്ടുന്നത്, മികച്ച യുവതാരമായിട്ട് അദ്ദേഹത്തെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഫുട്ബോൾ ലോകകപ്പിലെ ഏറ്റവും മികച്ച കായിക മര്യാദയും അച്ചടക്കവും പുലർത്തുന്ന ടീമിനാണ് ഫിഫ ഫെയർ പ്ലേ അവാർഡ് നൽകുന്നത്. അങ്ങനെ
ഫെയർ പ്ലേ അവാർഡ് ലഭിക്കുന്ന ടീം അത് നെതർലൻഡാണ് എന്ത് ചെയ്യുന്നത് 2026 ഫെയർ പ്ലേ അവാർഡ് ലഭിക്കുന്നത് എന്ന് കൂടി എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. അപ്പോൾ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് വളരെ എന്ത് ചെയ്യുന്നു കുറച്ച് കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ക്വിസ് മത്സരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാണ് വേഗത്തിൽ നമ്മൾ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ധാരാളം വീഡിയോസ് നമ്മളിപ്പോൾ എന്ത് ഇവന്റ് നടക്കുന്ന സമയത്തും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നമ്മുടെ ഇമ്പോർട്ടൻസ് ഒക്കെ ഡേ ഒക്കെ നടക്കുന്ന സമയത്ത് ഒക്കെ ബന്ധപ്പെട്ടിട്ടൊക്കെ എന്ത് ചെയ്യുന്നത് ധാരാളം വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാച്ചിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ബാച്ചിനകത്ത് ഏറ്റവും സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ ആയിട്ട് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെന്റേഴ്സ് ഉണ്ട്. അതുപോലെ ലൈവുകൾ അതുപോലെ എക്സാമുകൾ ഒക്കെ നൽകുന്ന എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ചാണ് നമ്മുടെ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. അത് ഓണം സ്പെഷ്യൽ സൂപ്പർ ബാച്ച് ക്ലാസ് 7 സൂപ്പർ ബാച്ച് ജൂലൈ 24 പുതിയ ബാച്ച് എന്ത് ചെയ്യാടാ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലിങ്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് കണ്ടൊന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഞങ്ങൾക്ക് ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യണം. അങ്ങനെയാണ് നിങ്ങൾക്കൊരു മികച്ച ഒരു അവസരം എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ എജുപോർട്ട് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും മാത്സ് ആയാലും ബേസിക് സയൻസ് ആയാലും സോഷ്യൽ ആയാലും മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ഒക്കെ എന്ത് ചെയ്യാം ആദ്യത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കാണാൻ വേണ്ടി പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എജുപോർട്ടിൻ്റെ ആപ്പ് എന്ത് ചെയ്യുക ആപ്പ് നിങ്ങളുടെ ഫോണിലേക്ക് ആപ്പ് സ്റ്റോറോ ഗൂഗിൾ പ്ലേ സ്റ്റോറോ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക. രണ്ടാമത്തെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് എന്ത് ചെയ്യുക OTP ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളുടെ ക്ലാസ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആദ്യത്തെ ചാപ്റ്റർ എന്ത് ചെയ്യാം ക്ലാസ്സുകൾ തികച്ചും സൗജന്യമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പം നല്ലൊരു അവസരമാണ്, വേഗം വിട്ടോ. ഇനി നമ്മുടെ എന്ത് ചെയ്യണം നമ്മുടെ ലൈവുകളിലേക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കടക്കുകയാണ്. നമ്മൾ ഓണം എക്സാം ഇതാ ഇങ്ങ് അടുത്ത് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളൊരു സ്പെഷ്യൽ A+ ഗ്രൂപ്പ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ A+ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. ഇതിലേക്കാണ് ലൈവ് കഴിഞ്ഞിട്ടുള്ള നോട്ടുകൾ അതുപോലെ പ്രധാനപ്പെട്ട PDFകൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സമ്മറീസ് ഒക്കെ എന്ത് ചെയ്യുന്നത് ഒക്കെ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ നമ്മുടെ A+ ഗ്രൂപ്പിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി മക്കളെ നിങ്ങൾ താഴെ കാണുന്ന നമ്മുടെ ഗ്രൂപ്പിനകത്തേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യുക വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ രസകരമായുള്ള വീഡിയോകളായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.